ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വാക്സ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ബ്യൂട്ടി പാർലറിൽ പോയി നമ്മുടെ ടൈമും കളയണ്ട, നമ്മുടെ പൈസയും കളയണ്ട, സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഗൈസ്, ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായപ്പോൾ ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു പാകവും എപ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നേരെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് ചെയ്യാനായിട്ട് വെറും 3 ഐറ്റംസ് മാത്രം മതി. അതും ചിലവില്ലാത്ത വെറും 3 ഐറ്റംസ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഗൈസ്, വീടിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അതാണ് ഞാൻ പുറത്ത് വന്ന് വീഡിയോ എടുക്കുന്നത്, വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനിവിടെ ഒരു 4-5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്തായാലും വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. നമ്മൾ നാരങ്ങ ഉപയോഗിക്കാത്ത പക്ഷം ഇത് കട്ട പിടിച്ചു പോവും. ഈ വാക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നാരങ്ങ എന്തായാലും വേണം, അപ്പോഴാണ് അതിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 2 നാരങ്ങ എടുക്കുന്നില്ല, ഒരു നാരങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഈ പഞ്ചസാരയുടെ ഒരു അളവിൽ ഏകദേശം ഒരു കുറച്ച് പാകത്തിന് വെള്ളം, അല്ലാതെ മുകളിലല്ലാതെ ഇതിൻ്റെ ഒക്കെ ഒപ്പായിട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കുക, അപ്പോൾ വല്ലാതെ അങ്ങനെ അടി പിടിക്കുക അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് പരുവം. ഈ ഒരു പരുവം എത്തുമ്പോൾ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു പതയാണ്, പക്ഷേ ശരിക്കും അത് ഈ ഒരു പരുവായി കിട്ടും കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. വാക്സ് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകമാണ് വേണ്ടത്. ഇത് നമ്മളിങ്ങനെ ആയതിനു ശേഷം പുറത്ത് വെക്കും തോറും ഇത് ആറുട്ടോ, ഇത് കട്ടയാവും. അപ്പോൾ ഈ ഒരു പാകം ഓക്കെയാണ്. കണ്ടോ, ഗൈസ്. അപ്പോൾ എൻ്റെ കൈൻ്റെ ഇവിടെ കണ്ടോ നല്ല ഹെയർസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് വാക്സ് ഇവിടെ തേച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോയെന്ന് കാണാം. ഞാനിങ്ങനെ ഒരു കോലിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതാ ഇവിടെ ഒന്ന് തേച്ച് നോക്കാം. നമ്മളിത് കയ്യിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോലിലൊന്ന് എടുത്ത ശേഷം ഒന്ന് ഊതി കൊടുത്തിട്ട് ചൂട് ആറിയ ശേഷം മതി കയ്യിലേക്ക് അപ്ലൈ ചെയ്യുക. ലൈറ്റ് ചൂടേ അപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊള്ളുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളത് പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ കണ്ടോ ആറി ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ കയ്യിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് വെക്കണം കേട്ടോ. ഗൈസ്, അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലെ മുടി കംപ്ലീറ്റ് പോന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ ഹെയർസ് ആയതുകൊണ്ടില്ലേ, വന്നോ വന്നില്ലേ എന്നുള്ളത് നേരെ കറക്റ്റായിട്ട് എനിക്കിതിൽ മനസ്സിലാവാത്ത പോലെ തോന്നിയിട്ടോ. അപ്പം ഞാൻ വേറൊരു കയ്യിൽ, ഇപ്പോഴത്തെ ഒരു കയ്യിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഹെയർസ് അതിൽ വന്നു എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ഇത് നോക്ക്, ഇപ്പം നമ്മളിത് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു പരുവത്തിലാണ്. അത് പറഞ്ഞാൽ നന്നായി കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വയ്ക്കുന്തോറും അത് കട്ട പിടിക്കും. കണ്ടോ, അങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഹെയർസൊക്കെ വരും കേട്ടോ. എന്തായാലും ഹെയർസൊക്കെ കിട്ടും. ഈ ഒരു ചെറിയ പൊട്ടിൽ തന്നെ എൻ്റെ കുറേ ഹെയർസ് വന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് ബാക്ക് ക്യാമറ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം കേട്ടോ. ഹെയർസ് ഫുള്ള് അതിൽ കിട്ടിയിട്ടുള്ളത്. ഗൈസ്, അപ്പം ഇതിലെൻ്റെ ഫുൾ ഹെയർസും ഉണ്ട്. നിങ്ങൾ നേരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഈ ബ്രൗണിൽ കുറേ ബ്ലാക്ക് ഇങ്ങനെ നിരയായിട്ട് കുറേ ഹെയർസ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് ത്രെഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അത് അപ്ലൈ ചെയ്യുന്നത് മാത്രം എടുക്കാൻ ഞാൻ വിട്ടു കേട്ടോ. അതെനിക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെയ്ത സമയത്ത് ലൈറ്റ് ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കും അവിടുത്തെ ഹെയർസും അതേ കംപ്ലീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ടൈം അടുപ്പിച്ച് ഇത് പുറത്ത് വെച്ച ഗൈസ് കണ്ടോ, ഇതേപോലെ കട്ട പിടിക്കും. ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയാൽ മതി. പഴയ രൂപത്തിലേക്ക് തന്നെ ആവും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതി, അതേപോലെ തന്നെ ആവും.
ഗൈസ് നമ്മുടെ ഈ വാക്സ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. ഞാനത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് വൈറ്റ് ഹെഡ്സും ഡാർക്ക് ഹെഡ്സും ഒന്നും ഇല്ല കേട്ടോ. ഞാനത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ വാക്സ് ചെയ്ത് കാണിക്കാത്തത് വേറൊന്നുമില്ല ഗൈസ്, എനിക്ക് വാക്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി. പിന്നെ ഇവിടെ അമ്മയ്ക്കൊക്കെ ആക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പം തന്നെ കണ്ടോ, അവിടെ ഇവിടെ വാക്സ് ചെയ്തിട്ട് കുറേ സ്ഥലത്ത് മുടിയുണ്ട്, കുറേ സ്ഥലത്ത് മുടിയില്ല. എലി അപ്പം കടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ, അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനും അതേപോലെ നമുക്ക് ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ കുറേ ഹെയർസ് ഉണ്ടാവില്ലേ, ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരില്ലേ, ഇതെടുക്കാൻ. പിന്നെ മീശ ഉള്ളവർക്ക് മീശ എടുക്കാൻ അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ മീശൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഗൈസ്, എനിക്ക് പേടിയാണ്, ഞാനതൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കെമിക്കൽസോ വേറുള്ള നമുക്ക് വിശ്വാസത്തോടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, സാധാ സാധനങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗൈസ്, നമ്മൾ ഈ നാരങ്ങ പിഴിയുന്ന സമയത്ത് നമ്മൾ കരുതും നാരങ്ങ ഇല്ലെങ്കിലും പറ്റുമെന്ന്. അല്ല ഗൈസ്, ഞാൻ നാരങ്ങ പിഴിയാത്തതുകൊണ്ടാണ് നേരത്തെ എനിക്ക് ശരിയാവാതിരുന്നത് കേട്ടോ. അത് പറഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്തപ്പോൾ ശരിയാവാതിരുന്നത്. അപ്പോൾ ലെമൺ മസ്റ്റായിട്ടും പിഴിഞ്ഞതിന് ശേഷം ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.